ചെറുവത്തൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡിക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. ഉദരരോഗം, ത്വക്ക് രോഗം, ഗൈനക്കോളജി, യൂറോളജി, ശിശുരോഗ വിഭാഗം, ഡയബറ്റോളജി, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നിശ്ചിത ദിവസങ്ങളിൽ ഉണ്ടാകും. രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ഹോം ഡെലിവറി സൗകര്യത്തോടെ ലഭിക്കും. കുറഞ്ഞ ചിലവിൽ ലാബ് പരിശോധനകൾക്ക് പുറമെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം വീടുകളിലേക്കും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡിക്ലിനിക്, മായന്നൂർ. ചേലക്കര മാലക്കുളം പരിസരത്ത് രൂക്ഷമായ പാമ്പു ശല്യത്തിലും കുളത്തിന്റെ പരിതാപകരമായ അവസ്ഥയിലും ഉടൻ പരിഹാരം കാണുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ഉറപ്പു നൽകി. മാലക്കുളത്തെ പാമ്പ് ശല്യം ഉടൻ പരിഹാരം കാണുമെന്ന് ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ്. ചേലക്കര മാലക്കുളം പരിസരത്ത് കുന്നുകൂടി കിടക്കുന്ന മണ്ണും കാടും കാരണം പാമ്പ് ശല്യം രൂക്ഷമായ വിഷയം CCV കഴിഞ്ഞ ദിവസം വാർത്തയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കിയത്. മാലക്കുളത്തിന്റെ ഭാഗത്ത് കുറെ മണ്ണ് കുറഞ്ഞിട്ടുണ്ട് എന്നൊരു പരാതി ഉണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ 2-3 വർഷമായിട്ടുണ്ട് അവിടേതായിട്ട്. അപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും തീരുമാനമായില്ല. ഇപ്രാവശ്യമായിട്ട് അവിടെ കാരണം ഭയങ്കര പാമ്പുകളുടെ ശല്യമൊക്കെ ഉണ്ട്. വീടുകളിലേക്കും ആ പള്ളിയിലേക്കൊക്കെ പാമ്പ് വരുമ്പോണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് ഇപ്പോൾ പഞ്ചായത്തിന്റെ അടുത്ത നടപടി? കാരണം ടെൻഡർ എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു, പക്ഷെ ആരും എടുക്കാണ്ടായില്ല. പിന്നെ അടുത്ത നടപടി എന്തായിരിക്കും എന്നാണ്? തീർച്ചയായിട്ടും അവിടെ മാലക്കുളം ബന്ധപ്പെട്ട് കൂടിക്കിടക്കുന്ന മണ്ണും മൊന്തയും ഒക്കെ കാരണം പാമ്പുകളുടെ ശല്യമുണ്ട്. ജനങ്ങൾക്ക് അവിടെ വസിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ട ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് ഞാനും ഈ ഭരണസമിതിയും. കഴിഞ്ഞ 2 വർഷം മുന്നേ CCVനെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വാർത്ത കൊടുത്തിരുന്നു. ഇതുവരെ പരിഹാരമായില്ല. ഈ ഭരണസമിതി വന്നിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ വിഷയം അവിടെ നേരിട്ട് ഞാനും ബന്ധപ്പെട്ട രമണി മെമ്പറും അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും പോയി അവിടെ നോക്കി. അടിയന്തരമായി AE വിളിച്ച് പോയി നോക്കാൻ പറഞ്ഞു. എസ്റ്റിമേറ്റ് എടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ടെൻഡർ നടപടി ഉടൻ തന്നെ തീരുമാനിക്കണം എന്ന് പറഞ്ഞു. ബന്ധപ്പെട്ട ക്ലർക്കിനെ വിളിച്ചു. ഉടൻ തന്നെ, അതായത് ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ ആ നടപടികൾ ക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടാണ് ടെൻഡർ നടപടി നടത്തി. ആ ടെൻഡർ നടക്കുന്ന സമയത്ത് ഏകദേശം ഒരു 10-12 പേരുണ്ടായിരുന്നു. ആ യോഗത്തിന്, ടെൻഡർ നടപടി എടുക്കുന്ന യോഗത്തിൽ ഞാൻ പോയതാണ്. അതൊക്കെ രേഖകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാൻ ഒപ്പിട്ട് കൊടുത്ത രേഖകളൊക്കെ ഉണ്ട്. അവിടെയും ഞാൻ പോയിരുന്നു. മാത്രമല്ല അവിടെയുള്ള കരാർ ഇത് വിളിക്കാൻ വന്നിട്ടുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞു, ഒരു പൊതുവായിട്ടുള്ള ഒരു വിഷയമാണ്, ജനങ്ങളുടെ വിഷയമാണ്. എന്തെങ്കിലും കുറച്ച് പൈസ കൂടുതലായെങ്കിലും നിങ്ങളൊന്ന് എടുക്കണം, ഒന്ന് സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷെ അവർക്ക് നഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മണ്ണ് ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരും എടുക്കാഞ്ഞത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കാര്യമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ഗവൺമെൻറ് തലത്തിലാവുമ്പോൾ നമുക്ക് അതിൻ്റേതായുള്ള പ്രൊസീജിയറുകളുണ്ട്. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് വന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടം, പെരുമാറ്റച്ചട്ടം ഈ മെയ് 6-ാം തീയതി വരെ നിലനിൽക്കുകയാണ്. ഈ മെയ് 6-ാം തീയതി വരെ നിലനിൽക്കുമ്പോൾ തുടർ നടപടികൾ ഒന്നും ചെയ്യാൻ ഈ ഭരണസമിതിക്ക് ഒരാൾക്ക് ആർക്കും കഴിയില്ല. 6-ാം തീയതിക്ക് ശേഷം അത് പരിഹരിക്കുന്നത് എങ്ങനെ എന്നുള്ളത് ഞങ്ങൾ കൂട്ടമായി ആലോചിച്ച് കഴിഞ്ഞ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ ഇതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളത് ഒരു തീരുമാനം ഇതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പരസ്യപ്പെടുത്താനൊന്നും കഴിയില്ല. കാരണം ലേല നടപടി സ്വീകരിച്ചു, വീണ്ടും ലേലം വയ്ക്കാണ് സാധാരണഗതിയിൽ ചെയ്യുക. അതുകൂടാതെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് ആലോചിച്ചിട്ടുണ്ട്. തീർച്ചയായും 6-ാം തീയതി കഴിഞ്ഞാൽ, ഇനി 6-ാം തീയതി കഴിഞ്ഞാൽ ഒരു ക്ലോസും കൂടി ഞാൻ പറയുന്നു. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ വരാൻ പോവുകയാണ്. 6-ാം തീയതിക്ക് ശേഷം ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഉടൻ തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ മാലക്കുളവുമായി ബന്ധപ്പെട്ട് അഭേദ്യമായ ബന്ധവും എനിക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നതിലുപരി ഞാൻ കളിച്ചു വളർന്ന കാലങ്ങളിലൊക്കെ ആ കുളവുമായിട്ടൊക്കെ വലിയ ബന്ധവും അവിടുത്തെ ജനങ്ങളുമായി വളരെ ആത്മബന്ധമുള്ളതാണ്. തീർച്ചയായും കഴിഞ്ഞ 10 വർഷക്കാലമായി നടക്കാത്തതും കഴിഞ്ഞ 3 വർഷക്കാലമായി നടക്കാത്തതുമായ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള വളരെ വ്യക്തമായ കാഴ്ചപ്പാട് ഈ ഭരണസമിതിക്കുണ്ട്. തീർച്ചയായും അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഉചിതമായ ഒരു തീരുമാനം ഈ പഞ്ചായത്ത് ഭരണസമിതി എടുക്കും. അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മാറ്റും.
എന്നുള്ള നടപടി നമ്മൾ എടുക്കും, അത് സംശയമൊന്നുമില്ല. ഇതാണ് ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കുളം വൃത്തിയാക്കുന്നതിനായി ടെൻഡർ നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ അത് നടപ്പിലായിരുന്നില്ല. നിലവിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ മെയ് 6 ശേഷം യുദ്ധകാലാടിസ്ഥാനത്തിൽ കുളം വൃത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വർഷങ്ങളായി നീളുന്ന ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാണ് പുതിയ ഭരണസമിതിയുടെ ലക്ഷ്യം. കുളവും പരിസരവും വൃത്തിയാക്കുന്നതോടെ പാമ്പ് ശല്യത്തിന് വലിയ തോതിൽ കുറവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ പഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണെന്നും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.